ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലി മീറ്റിൽ പങ്കെടുക്കാനാണ് കേട്ടോ. അതായത് ഇക്കാൻ്റെ ഫാമിലി ആയിട്ടുള്ള കൊറ്റാലിക്കുടി ഫാമിലിയുടെ ഒരു മീറ്റാണ് ഇന്ന് നടക്കുന്നത്. പ്രഥമ മീറ്റാട്ടോ. ഫസ്റ്റ് ടൈമാണ് കൊറ്റാലിക്കുടി ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള അറക്കപ്പടി ജയഭാരത് കോളേജിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഫാമിലി മീറ്റ് നടക്കുന്നത്. ജയഭാരത് കോളേജിൻ്റെ പ്രിൻസിപ്പളും കൊറ്റാലിക്കുടി ഫാമിലി മെമ്പറുമായിട്ടുള്ള ഡോക്ടർ ഷമീർ മുഹമ്മദിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഫാമിലി മീറ്റ് നടക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇക്കായും അതുപോലെ മറ്റ് കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഇന്നത്തെ ദിവസത്തിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇന്നത്തെ മീറ്റ് നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9:30 ആവാറായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻ ഹൈക്കോടതി ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാനായിട്ട് വരുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. കോളേജിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 3-ാം നിലയിലാണ് ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന ഹാള് ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് പോവാം. ആരെങ്കിലും നമ്മുടെ ഫാമിലി രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നവരിൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആധുനിക തലത്തിൽ ഹോർട്ടിക്കൾച്ചർ ചെയ്ത വൈവിധ്യമാർന്ന അനേകം വനവൃക്ഷങ്ങൾ വീക്ഷിക്കാൻ ജപ്പാനിൽ നിന്ന് പോലും സന്ദർശനം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കൊറ്റാലിക്കുടി വെൽഫെയർ അസോസിയേഷന്റെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കമാൽ പാഷ സാർ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഇതിന്റെ പ്രാഥമികമായ കുറെ പ്രവർത്തനങ്ങൾ അന്ന് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ മജീദ് ഖാന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇബ്രാഹിം കുട്ടി സാഹിബാണ് ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറി താമസിച്ച് അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ ഡിസംബർ മാസം 25-ാം തീയതി എല്ലാവർക്കും സൗകര്യപ്രദമായ ദിവസം എന്ന നിലക്ക് നമ്മൾ ഇതുപോലെ കൊറ്റാലിക്കുടി ഫാമിലിയിൽപ്പെട്ട അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് കരീം സാഹിബിനെയാണ്. ഈ കോളേജിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ എത്തിച്ചേരും. അദ്ദേഹത്തെ ബഹുമാന്യനായ നമ്മുടെ കമാൽ പാഷ സാഹിബ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന കാര്യത്തുകൂടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട വീതിക് യൂത്താപ്പയുടെ മരുമകനാണ്. ആലുവയിലും പരിസരങ്ങളിലും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വളരെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. നമ്മുടെ ഈ മദർസയുടെയും നമ്മുടെ പള്ളിയുടെയും നമ്മുടെ കൂട്ടായ്മയുടെയും ഒരു മാർഗദർശിയാണ്. അദ്ദേഹത്തെ ആദരവുമ്പോൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോട് I would like to invite the Honorable Justice Kamal Pasha Sir. നിറഞ്ഞ ഒരു കയ്യേറി നമ്മുടെ ഈ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome.
ബഹുമാനായ ജസ്റ്റിസ് കമാൽ പാഷ സാറിന് ബൊക്കെ നൽകി നമ്മളിവിടെ സ്വീകരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അതുപോലെ നമ്മുടെ ഇമാം അൻസൽ കൗസമിക്ക് ബൊക്കെ നൽകുന്നു. കോളേജിൻ്റെ ചെയർമാൻ, നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്ന കോളേജിൻ്റെ ചെയർമാൻ കരീം സാഹിബുണ്ട്, അദ്ദേഹത്തെ ബൊക്കെ നൽകി സ്വീകരിക്കും. ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഇത് കഴിഞ്ഞും നിരവധി പരിപാടികളുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റിസ് ബി കമാൽ പാഷ, ഫോമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള, chairman of Jayabari Group of Institutions, Engineer A.M. Karim sir, yoga addiction K.M. Abdul Majid Sahib, Anas Al-Qasimi, Chief Imam, Mahmood, Muslim Jamaat Kulmanode, മറ്റ് അഡ്വക്കേറ്റ് സിറാജ് കാരോളി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ അസ്സലാമു കൊറ്റാലിക്കുടി ഫാമിലിയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കർത്തവ്യമാണ് അല്ലെങ്കിൽ അർപ്പിതമായിട്ടുള്ളത്. 2015 മുതലുള്ള ഒരു ആഗ്രഹമാണ് നമ്മളിൽ നിന്ന്. നമ്മുടെ സഹോദരങ്ങളാണ് നമ്മളൊന്ന് കരുതണം, അതാ വേണ്ടത്. എൻ്റെ അടുത്തിരിക്കുന്നവർ അവർ ഏത് ജാതിയോ മതമോ രാഷ്ട്രീയക്കാരോ ആവട്ടെ, ഏത് രാഷ്ട്രീയമാവട്ടെ, എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ്. ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് ആരെ സഹായിക്കുന്നതിന് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ കുറച്ച് ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കാണും, ഈ നമ്മുടെ നഗരങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. അയൽവക്കത്ത് താമസിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഒരിക്കലും. നമ്മൾ നോക്കത്തില്ല അവിടെ എന്ത് നടക്കുന്നതെന്ന് നമ്മൾ അറിയത്തില്ല ഒരിക്കലും. പിന്നെ നമ്മൾ കാണുന്ന പത്രം വായിക്കുമ്പോഴാണ് ഈ 5 എണ്ണം ആത്മഹത്യ ചെയ്ത് കിടക്കുന്നത് കേട്ടോ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം 5 പേര് കുടുംബത്തിൽ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ഇനാഗുറേഷൻ സെറിമണിയൊക്കെ കഴിഞ്ഞു. പിന്നീട് നടന്നത് കൊറ്റാലിക്കുടി ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ ലോഗോ പ്രകാശനമാണ്. കുടുംബ ബന്ധത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു ലോഗോ തന്നെയായിരുന്നു കൊറ്റാലിക്കുടി ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ ലോഗോ. അതായത് ഒരു മരം, അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ പുതിയ തളിരിലകളും വരുന്ന ഒരു ലോഗോയായിരുന്നു. പിന്നീട് നടന്നത് സമൂഹത്തിലും കൊറ്റാലിക്കുടി ഫാമിലിയിലുമൊക്കെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തികൾക്കുള്ള മൊമെൻറ്റോ വിതരണമായിരുന്നു. കൂടെ ജസ്റ്റിസ് കമാൽ പാഷ സാറിനും ഒരു മൊമെൻറ്റോ നൽകി ആദരിച്ചു. അതിനുശേഷം കൊറ്റാലിക്കുടി ഫാമിലിയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ പഠനത്തിൽ മികവ് പുലർത്തിയവർക്കും മൊമെൻറ്റോ നൽകി ആദരിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുമരോടിന്റെ സാരഥി, ഒരു മഹലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭാഷ സാർ പറഞ്ഞതുപോലെ ഈ കുടുംബ സംഗമത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രസംഗത്തിനേക്കാളും പ്രഭാഷണത്തിനേക്കാളും ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരിചയപ്പെടുക. ആ കുടുംബ ബന്ധത്തിന്റെ പഴമയുടെ പുതുക്കൽ, ആ പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു കുടുംബ സംഗമം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന അറിവ് പറയുന്ന എന്തിനാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത്? അവിടെ നിന്ന് പറയുന്നുണ്ട് 10-18 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സഹോദരി, 10-25 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു
കൊറ്റാലിക്കുടി ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അവർക്ക് മൊമെൻറ്റോ നൽകി ആദരിച്ചു. ഞങ്ങളുടെ വാപ്പായും വാപ്പായുടെ സഹോദരിയുമാണ് നിലവിൽ 3ാം തലമുറയിൽ കൊറ്റാലിക്കുടിയിലെ ഏറ്റവും മുതിർന്നവരായിട്ട് ഉള്ളത്. പിന്നീട് ഫാമിലിയിലെ പഠനത്തിലും ജോലിയിലും അതുപോലെ സോഷ്യൽ വർക്കിലും ഒക്കെ മികവ് പുലർത്തിയവർക്ക് മൊമെൻറ്റോ നൽകി ആദരിച്ചു. ഒരു പറച്ചില് എൻ്റെ ബന്ധുക്കളായ ആളുകൾ നിങ്ങൾ തമ്മിൽ ചില ആശയ സംഗതികൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് എത്തി. നമുക്ക് വിദേശത്ത് നിന്ന് പുറത്തു നിന്നും ആശംസകൾ അറിയിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും നമുക്ക് സ്ക്രീനിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് താഴെ നിസ്കാരത്തിനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഹോളിലേക്ക് കയറണമെന്ന് അറിയിക്കുന്നു. ജനാബ് ഹുസൈൻ സാഹിബ് അവരെ ക്ഷണിക്കുന്നു. യോഗ നടപടികൾ അവസാനിക്കുകയാണ്. ഇനി എന്തിനാർത്ഥികമായ വിഷയം നന്ദി എന്ന 2 വാക്കുകൾ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിലും നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പോലും ഓർത്തില്ല ഈ പരിപാടി ഇത്രയധികം വിജയിക്കുമെന്നും നിങ്ങൾ ഇത്ര പേര് ഇവിടെ വരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എല്ലാവരും നല്ലവരും സഹകരിച്ചു. ഞങ്ങളിവിടെ ഈ കുടുംബ മീറ്റിംഗുമായി സംബന്ധിച്ച് 8 ജനറൽ ബോഡി മീറ്റിംഗും ഒരു 4 ചെറു മീറ്റിംഗുമാണ് ഞങ്ങളിവിടെ നടത്തിയത്. നല്ല പരിശ്രമം തന്നെയാണ് ഈ യോഗത്തിൽ ഞങ്ങൾ നടത്തിയത്. നമ്മുടെ കൊട്ടാലിക്കുടി കുടുംബത്തിൽ നിന്ന് ആരും തന്നെ വിട്ടുനിന്നില്ല എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. അതിലെല്ലാവർക്കും അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു അഭിമാനമാണ്. പിന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഭക്ഷണ സമയമാണ്. കാരണം നന്ദി വാക്കൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ കേൾക്കണമെന്നില്ലല്ലോ. എന്തായാലും സഹകരിച്ച ഇവിടെ വന്ന് നമ്മുടെ കുടുംബത്തിലെ യോഗ ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് കമാൽ പാഷ സാറിന് ഞങ്ങൾ കൊറ്റാലി കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നമ്മുടെ ഖത്തീബ് നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന മജീദ ഹൈദ്രോസിയ, എൻ്റെ വാപ്പ മുഹമ്മദിക്ക, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമായ മറ്റുള്ളവർ, അവർക്ക് നന്ദി പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായി പോകും എന്നുള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങളാണ് അറിയിക്കുന്നത്. അങ്ങനെ വിഭവസമൃദ്ധമായ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും പ്രോഗ്രാം ആരംഭിച്ചു. ഡോക്ടർ ഷമീർ മുഹമ്മദാണ് കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ട്രീ പരിചയപ്പെടുത്തുന്നത്. അതായത് ഫാമിലി എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഷമീർ മുഹമ്മദ് പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ അരങ്ങേറി. കുട്ടികളുടെ പാട്ടും അതുപോലെ ഡാൻസും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് പിന്നീട് സ്റ്റേജിൽ നടന്നത്.
അവസാന പ്രോഗ്രാമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ ഓരോ ഫാമിലിയും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. വരും വർഷങ്ങളിലും ഇതുപോലെ ഒരുമിച്ച് കൂടണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഫാമിലി മീറ്റ് ഇവിടെ അവസാനിച്ചത്.